ഹലോ ഓൾ, ഇന്നത്തെ നമ്മളെ വീഡിയോ പൊട്ടറ്റോ വെച്ചിട്ടുള്ളൊരു കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു കറി ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. ഉഴുന്നിൻ്റെ കളറ് ലൈറ്റായിട്ടൊന്ന് ചേഞ്ചായി വരുമ്പോൾ കുറച്ച് സവോള, പച്ചമുളക് ആഡ് ചെയ്യുക. പച്ചമുളകൊക്കെ ഒന്നും കൂടി ചെറുതായി അരിഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ടൈമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിലോട്ട് ചെറുതായിട്ട് അരിയാൻ നോക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരണം. ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതി, അല്ലാഞ്ഞാൽ കരിഞ്ഞു പോകും കേട്ടോ. ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഒരു കുക്കർ എടുത്തിട്ട് പൊട്ടറ്റോ വെള്ളം ഒഴിച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് പുഴുങ്ങാൻ വെക്കണം കേട്ടോ. പുഴുങ്ങി കഴിഞ്ഞിട്ട് അതിൻ്റെ തൊലിയൊക്കെ എടുത്ത് മാറ്റി നന്നായിട്ട് എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഉടച്ചെടുക്കണം. നന്നായിട്ട് ഉടയണം കേട്ടോ, ഒരുപാട് കഷ്ണങ്ങൾ ഇരിക്കരുത്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം കേട്ടോ. ഇനി ആ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക വീണ്ടും. പിന്നെ അതൊന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. വെള്ളമൊക്കെ തിളച്ച് വരുമ്പോൾ അതിലോട്ട് നമ്മൾ ഈ ഒരു ഉടച്ച് വെച്ചിട്ടുള്ള പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ആക്കുക. കുറച്ച് നേരം ഒന്ന് വേവിക്കുക. അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. കറി റെഡിയാണ് കേട്ടോ. ഇത് അടിപൊളി കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഉണ്ടാക്കിയ പിന്നെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കും. ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ ഇത് അടിപൊളിയാണ്. പിന്നെ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ, യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താലേ ഞാനിടുന്ന മറ്റുള്ള വീഡിയോസും നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.